ഞാൻ ഇതിനു മുന്നേ ഒരു റിവ്യൂ ചെയ്ത സമയത്ത് പറയുകയുണ്ടായ ഒരു കാര്യമാണ്, നമുക്ക് ഏതെങ്കിലും ഒരു പുതിയ സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുറച്ചു കാലം മുന്നേയുള്ള സിനിമകളൊക്കെ എത്ര നല്ലതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തരുത് എന്ന്. മറ്റൊന്നും കൊണ്ടല്ല, ഔട്ട്ഡേറ്റഡ് ആവുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇവിടെയുള്ള പല ഫിലിം മേക്കേഴ്സിനും വലിയ പരിചയമില്ല. അപ്പം നമ്മൾ പഴയ സിനിമകൾ എത്ര രസകരമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നേരെ കണ്ടുമടുത്ത ഐറ്റം ഉണ്ടാക്കാനാണ് പോകുന്നത്. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സംവിധാനം ചെയ്ത് അൻസാജ് ഗോപി രചന നിർവഹിച്ചിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ഭീഷ്മർ മൊബൈൽ ഫോൺ വരുന്നതിന് മുന്നേ ഉള്ള ഒരു കാലഘട്ടത്തിൽ കുരുങ്ങിക്കിടക്കുന്ന ഒരു സിനിമയാണ്. ഇന്ന് നമ്മുടെ ഫോണുകളിൽ ഓരോ ദിവസവും വളരെയധികം നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന വ്യത്യസ്തമായ കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റർമാർ ഉണ്ട് എന്നത് ഈ സിനിമ ഉണ്ടാക്കിയവർക്ക് അറിയാത്തതുപോലെ തോന്നുന്നുണ്ട്. ഒരു ചേസും അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന കുറേ കൺഫ്യൂഷനുകളും ഒക്കെയുള്ള ഒരു മാഡ് ക്യാപ് കോമഡി ആവണം എന്നൊക്കെയാണ് ഭീഷ്മർ എന്ന സിനിമയുടെ ആഗ്രഹം. എന്നാൽ നേരാവണ്ണം ഒന്ന് ചിരിപ്പിക്കാൻ പറ്റുന്ന ഒരൊറ്റ സീൻ പോലും ഈ സിനിമയിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. പാലക്കാടിന്റെ പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത്. നമ്മുടെ നായകനായിട്ടുള്ള മുരുകൻ സുഹൃത്തുക്കളോടൊപ്പം ഒരു പച്ചക്കറി കട നടത്തുന്ന വ്യക്തിയാണ്. മുരുകന് ഒരു പ്രണയം ഉണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ ആ ഒരു റിലേഷൻഷിപ്പ് കല്യാണത്തിൽ അവസാനിച്ചില്ല. അങ്ങനെ ഒറ്റത്തടിയായിട്ട് വിഷമിച്ച് ജീവിക്കുന്ന മുരുകന്റെ ജീവിതത്തിലേക്ക് അരവിന്ദ് എന്ന് പറയുന്ന ഒരാൾ കടന്നു വരികയാണ്. വീട്ടുകാർ പൂട്ടിയിട്ടിട്ടുള്ള അരവിന്ദിന്റെ കാമുകിയെ ചാടിക്കാൻ അവൻ മുരുകനോട് സഹായം ആവശ്യപ്പെടുകയാണ്. മുരുകൻ അതിനിറങ്ങിത്തിരിക്കുന്നതും അത് കാര്യങ്ങളെ എവിടെ കൊണ്ടു ചെന്ന് എത്തിക്കുന്നു എന്നതുമാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. ഈ പടത്തിന്റെ തുടക്കഭാഗങ്ങളിൽ മുരുകന്റെയും മുരുകന്റെ കാമുകിയായ ഗൗരിയുടെയും ജീവിതം കാണിക്കുന്നുണ്ട്. ഒരുമാതിരി മെഗാ സീരിയൽ സ്വഭാവമാണെങ്കിലും ഇതിനു മുന്നേ ഈസ്റ്റ് കോസ്റ്റ് വിജയനും ധ്യാൻ ശ്രീനിവാസനും ഭാഗമായിട്ടുള്ള സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സീരിയൽ ട്രീറ്റ്മെന്റ് നിരുപദ്രവകരമാണ്. എന്നാൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം വരുന്ന പോയിന്റ് തൊട്ട് സിനിമ ഒരു ടോർച്ചർ സ്വഭാവത്തിലേക്ക് മാറുകയാണ്. അരവിന്ദിന്റെ പ്രണയകഥ ശരിക്കും നടന്നതാണ് എന്ന് അൾട്ടിമേറ്റ്ലി സിനിമ പറഞ്ഞു വെക്കുന്നുണ്ട്. ആ ഒരു ഫ്ലാഷ് ബാക്ക് എടുത്തു വെച്ചിട്ടുള്ള രീതി കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈസ്റ്റ് കോസ്റ്റ് വിജയന് ഇന്നത്തെ ക്യാമ്പസിനെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ല എന്ന്. ഫ്ലാഷ് ബാക്ക് പോർഷനിലെ കോളേജ് സീനിലെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെയൊക്കെ മുഖഭാവം കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇതെന്ത് തേങ്ങയാണ് നടക്കുന്നത് എന്നൊരു ഭാവമാണ് അവരുടെ മുഖത്തുള്ളത്. രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ചേസിംഗ് ഒക്കെയുള്ള മാഡ് ക്യാപ് റോഡ് മൂവി ആവാനാണ് പടം ശ്രമിക്കുന്നത്. പക്ഷേ തമാശ ഉണ്ടാക്കാനുള്ള ഐഡിയകൾ അവരുടെ കയ്യിൽ തീരെയില്ല. ഇതിലൊരു പെട്രോൾ പമ്പ് സീക്വൻസ് ഉണ്ട്. മുരുകനോട് പറഞ്ഞ പ്രണയകഥ പെട്രോൾ പമ്പ് ഉടമയോടും അരവിന്ദ് പറഞ്ഞിട്ട് ആ ഊളക്കഥ കേട്ട് അയാൾ കരഞ്ഞു പോയിട്ട് ഫ്രീ ആയിട്ട് പെട്രോൾ അടിച്ചു കൊടുക്കുന്നു എന്നതൊക്കെയാണ് ഇവർ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന കോമഡി. യാതൊരു ലിപ്സിംഗും ഇല്ലാതെ ഡബ്ബിങ്ങിൽ ഒരുപാട് ഡയലോഗുകൾ കുത്തിക്കയറ്റി കോമഡിയാക്കാൻ കഷ്ടപ്പെടുന്ന ഈ സീന് തൂക്കിയെടുത്ത് കളയാൻ അണിയറ പ്രവർത്തകർക്ക് തോന്നിയില്ല എന്നത് തന്നെ എത്രത്തോളം ജഡ്ജ്മെന്റ് ഇവർക്ക് ഇല്ല എന്നതിന്റെ ഒന്നാം തരം തെളിവാണ്. മുരുകനെ കണ്ടുപിടിക്കാൻ വേണ്ടി സെന്തിൽ കൃഷ്ണ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ മുരുകന്റെ വീട് തല്ലിപ്പൊളിച്ച് അകത്തേക്ക് കയറുന്ന സീനുണ്ട്. ബോഡി ഷേമിംഗ് എന്ന പരിപാടിയോട് ഞാൻ എതിരാണ്. പക്ഷെ ഒരു കാര്യം ചോദിക്കാതെ വയ്യ, ധ്യാൻ ശ്രീനിവാസനെ പോലെ ഒരു മനുഷ്യനെ ടേബിൾ ഡ്രോവറിന്റെ ഉള്ളിലും കിടക്കയുടെ അടിയിലും ഒക്കെ തപ്പുന്നത് വല്ലാത്തൊരു ഇൻസൾട്ടാണ്. മിനിമം കട്ടിലിന്റെ അടിയിലെങ്കിലും നോക്കാൻ ശ്രമിക്കണം. ഒരു കഥാപാത്രത്തിന്റെ എല്ലാ ഇമോഷൻസും അവതരിപ്പിക്കാനുള്ള ചാൻസ് ധ്യാൻ ശ്രീനിവാസിന് കിട്ടുന്നുണ്ട്. പടത്തിന്റെ തുടക്കത്തിൽ കാമുകി കെട്ടിപ്പോയ രമണൻ അവസ്ഥയിലാണ് പുള്ളി. ഇൻട്രൊഡക്ഷൻ തന്നെ കലങ്ങിയ കണ്ണോടെ ഇരിക്കുന്ന ധ്യാൻ ശ്രീനിവാസിനെ കാണിച്ചുകൊണ്ടാണ്. അതിനുശേഷം ഹാപ്പി ആൻഡ് ജോളി ആയിട്ടുള്ള ധ്യാനിനെ കാണാൻ പറ്റും. കുറച്ചുകൂടെ കഴിയുമ്പോൾ ആകപ്പാടെ നട്ടപ്രാന്ത് എടുത്ത ഒരു വേർഷനിലേക്ക് ക്യാരക്ടർ പോകുന്നുണ്ട്. ഏറ്റവും അവസാനം ലേശം ആക്ഷനൊക്കെ ഇട്ട് മുരുകനെ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ പുലിമുരുകനാക്കുന്നുണ്ട്. അസീസ് നെടുമങ്ങാട് ശുക്രനിൽ ട്രാൻസ്ഫോം ചെയ്തതുപോലത്തെ ഒരു പരിപാടിയായിരുന്നു അത്. ദിവ്യ പിള്ളയാണ് ഗൗരി എന്ന ക്യാരക്ടറിനെ അവതരിപ്പിക്കുന്നത്. തുടക്കത്തിൽ ഗൗരി മുരുകനെ കാണുമ്പോൾ മുഖം കടുപ്പിക്കുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും മുരുകൻ എന്തോ മണ്ടത്തരം കാണിച്ചതുകൊണ്ടാണ് ഇവരുടെ റിലേഷൻഷിപ്പ് വർക്കാകാഞ്ഞത് എന്ന്. എന്നാൽ അവസാനം അതിന്റെ കാരണം മനസ്സിലാവുകയും അതെല്ലാം ഗൗരിക്ക് അറിയുമെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യുമ്പോൾ ഈ ക്യാരക്ടർ തന്നെ ലേശം ഇൻസെൻസിറ്റീവ് ആയിട്ടാണ് നമുക്ക് തോന്നുക. സെക്കൻഡ് ലീഡ് എന്ന രീതിയിലാണ് വിഷ്ണു ഉണ്ണികൃഷ്ണനെ അവതരിപ്പിച്ചിട്ടുള്ളതും കഥയിൽ വരുന്നതുമെങ്കിലും സ്ക്രീൻ ടൈം നോക്കുമ്പോൾ പുള്ളിക്ക് ഒരുപാടൊന്നും ഈ പടത്തിൽ ചെയ്യാനില്ല. എഴുത്തിന്റെ ഗുണം കൊണ്ട് എപ്പോഴൊക്കെ വിഷ്ണു സ്ക്രീനിൽ വരുന്നുണ്ടോ അപ്പോഴൊക്കെ നമുക്ക് തലയിൽ കൈവയ്ക്കേണ്ട അവസ്ഥയാണ്. വിഷ്ണു ഉണ്ണികൃഷ്ണനും ബിപിൻ ജോർജും ഒന്നിച്ച അപൂർവ പുത്രന്മാർ എന്ന സിനിമയിൽ വെറും ഗ്ലാമറിന് വേണ്ടി മാത്രമുണ്ടായിരുന്ന അമൈറ ഗോസ്വാമി ഈ സിനിമയിൽ കഥയിൽ പ്രാധാന്യമുള്ള റസിയ എന്ന ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. എക്സ്പ്രഷൻ ഇട്ട് കഷ്ടപ്പെടുന്നുണ്ട് ആള്. കൂട്ടുനിന്ന് ചാടിപ്പോയ കോഴിയെ പിടിക്കാൻ കഷ്ടപ്പെടുന്നത് പോലെ രവീണ രവി ഇവർക്ക് ലിപ്സിംഗ് കറക്റ്റായിട്ട് ഡബ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. തുടക്കത്തിലെ ബഹളത്തിന് ശേഷം പിന്നെ പടത്തിൽ കുറേ നേരത്തേക്ക് ഈ ക്യാരക്ടർ ഉറങ്ങുന്നത് നന്നായി. അവിടെയും കൂടെ അവർ സംസാരിച്ചിരുന്നെങ്കിൽ രവീണ രവി ഡബ്ബിംഗ് കരിയർ ഈ പടത്തോടെ അവസാനിപ്പിച്ചേനെ. അഖിൽ കവലയൂർ, ഷാജു ശ്രീധർ എന്നിവരാണ് മുരുകന്റെ കൂട്ടാളികളുടെ വേഷത്തിൽ വന്നിട്ടുള്ളത്. ഷാജു ശ്രീധർ പിടിക്കാൻ നോക്കിയിട്ടുള്ള പാലക്കാടൻ ആക്സന്റ് എവിടെ നിന്നോ പുറപ്പെട്ടിട്ട് പടം തീരുമ്പോഴും പാലക്കാട് എത്തിയിട്ടില്ല. പേഴ്സണലി വളരെ ഫേവററ്റ് ആയിട്ടുള്ള ഉണ്ണി ലാലു എന്ന ആക്ടർ ഈ പടത്തിൽ പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ലാത്ത ഒരു റോൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ക്യാരക്ടർ ആക്സെപ്റ്റ് ചെയ്യേണ്ടി വന്ന അവസ്ഥയിൽ നിന്ന് പുള്ളി എത്രയും പെട്ടെന്ന് പുറത്ത് കടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. മരണ സ്റ്റാർ സന്തോഷ് കീഴാറ്റൂർ ഓൾമോസ്റ്റ് ഒന്ന് മരിക്കുന്നുണ്ട്.
ഗൗരിയുടെ ക്രൂരനായ ഭർത്താവിന്റെ വേഷം ചെയ്തിട്ടുള്ളത് സെന്തിൽ കൃഷ്ണയാണ്. ഈ റിവ്യൂവിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ള സീനുകളും മൊമെന്റുകളും ഈ പടത്തിന്റെ ഹ്യൂമറിന്റെ ഒരു നിലവാരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് ഉദാഹരണങ്ങൾ പോലെ പറഞ്ഞതാണ്. ഔട്ട്ഡേറ്റഡ് ആയതോ ലോജിക് ഇല്ലാത്തതോ പോലത്തെ പല സംഗതികളും ഈ പടത്തിലെ ഓരോ സീനിലും നിങ്ങൾക്ക് കാണാൻ കിട്ടും. ഈ സിനിമയ്ക്ക് എന്തുകൊണ്ട് ഭീഷ്മർ എന്ന പേര് വന്നു എന്നതിന്റെ കാരണം കേട്ട് കഴിയുമ്പോൾ ആവശ്യമുള്ളപ്പോൾ ഈ വികാരം വ്രണപ്പെടുന്ന ടീംസ് എവിടെ പോയി എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. പൂമകൾ ഫാത്തിമ എന്ന പാട്ടിന്റെ മ്യൂസിക്കൽ റൈറ്റ്സ് ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ പക്കലുള്ളതുകൊണ്ട് അങ്ങനെ ഒരു പാട്ടിന് എങ്ങനെയുള്ള എക്സ്പ്രഷൻസ് ഇടും എന്നറിയാത്ത നമ്മുടെ നായികയെ ഉപയോഗിച്ചുകൊണ്ട് കോളേജ് വരാന്തയിൽ 4 കർട്ടൻ വലിച്ചുകൊണ്ട് ഒരു ഫുൾ പാട്ട് അവസാനം പടത്തിൽ കുത്തിക്കയറ്റിയിട്ടുണ്ട്. ആ പാട്ട് തുടങ്ങുമ്പോൾ തന്നെ തിയേറ്റർ വിട്ടിറങ്ങാം. അത് കഴിഞ്ഞ് കാര്യമായിട്ടൊന്നുമില്ല എന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾ അറിയിച്ചു എന്നേ ഉള്ളൂ. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്